അങ്ങനെ വിഷു പുലരിയിൽ പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി എല്ലാവരും വീടുകളിലേക്കൊക്കെ പോകുന്ന സമയമാണ്. വിവിധ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള വിഷു കാഴ്ചകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ എത്തിക്കാൻ ഞങ്ങളുടെ വാർത്താസംഘം അവരുടെ വിഷു ആഘോഷങ്ങൾ പോലും പ്രേക്ഷകർക്കൊപ്പം നടത്താൻ അവരും ഇന്ന് എല്ലാവരും ഡ്യൂട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഗുരുവായൂരിലെ തിരക്കാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഒപ്പം പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോയി, അതോടൊപ്പം തളി ക്ഷേത്രത്തിലേക്ക് പോയി. നമുക്ക് ഇനി തലസ്ഥാനത്തേക്ക് പോകണ്ടേ? തിരുവനന്തപുരത്ത് നിന്ന് അഷിൻ ഡിയാഗോയും ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമനും കോട്ടയത്ത് നിന്ന് അഞ്ജന അൽകുമാറും ദില്ലിയിൽ നിന്ന് നോബിൾ മാരിക്കാരനും നമുക്കൊപ്പം ചേരുകയാണ്. നമുക്ക് പത്മനാഭന്റെ മണ്ണിലേക്ക് പോകാം. അഷിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു. അഷിൻ ഡിയാഗോ, ഹാപ്പി വിഷു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷു ദിനം വലിയ ആഘോഷത്തിന്റെ ഒരു ദിവസമാണ്. എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അഷിൻ. അപ്പോൾ വിഷു ആശംസകൾ. എങ്ങനെയുണ്ട് അവിടുത്തെ വിഷു ആഘോഷ കാഴ്ചകളൊക്കെ? സുജയ, ഹാപ്പി വിഷു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ പത്മനാഭന്റെ മണ്ണിലാണ് ഉള്ളത്. കൃത്യമായി പറഞ്ഞാൽ കിഴക്കേ നടയിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്. 8:00 വീണ്ടും നട തുറക്കുകയും ചെയ്യും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ പൈങ്കുനി ഉത്സവവുമായി ബന്ധപ്പെട്ട പാണ്ഡവ കോലങ്ങളടക്കം ഇവിടെയുണ്ട്. അതിനോടൊപ്പം തന്നെ ഭക്തരുടെ ഒരു വലിയ തിരക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും. രാവിലെ 3 മുതൽ 4:30 വരെയായിരുന്നു ഈ വിഷുക്കണി ഒരുക്കി ഭക്തർക്ക് കണി ദർശനത്തിലുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. അതിനുശേഷം 5 മണി മുതൽ 6:30 വരെ നട തുറന്നു. അതിനുശേഷമാണ് നട അടച്ചത്. ഇപ്പോൾ 8:30 വീണ്ടും നട തുറക്കും എന്നുള്ളതാണ്. വിഷു കണി ദർശനം അവസാനിച്ചെങ്കിലും ആളുകൾക്ക് ഇപ്പോഴും ഇവിടെ തന്നെ എത്തുന്ന ഭക്തർക്ക് ദർശനത്തിലുള്ള സൗകര്യം ഒരുക്കുന്നുമുണ്ട്. രാവിലെ മുതൽ വലിയ തിരക്കാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് സുജയ്ക്ക് നന്നായിട്ട് അറിയാം, തിരുവനന്തപുരത്തുകാർക്ക് നന്നായിട്ട് അറിയാം, എന്ത് ആഘോഷമുണ്ടെങ്കിലും അതിപ്പോൾ എന്താണെങ്കിലും ആളുകൾ ആദ്യം ഓടിയെത്തുക പത്മനാഭന്റെ മുന്നിലേക്കാണ്. ഇവിടെ എത്തി പ്രാർത്ഥിച്ച് എന്ത് കാര്യമാണെങ്കിലും ഇവിടെ വന്ന് അറിയിച്ചതിന് ശേഷം മാത്രമേ തിരുവനന്തപുരത്തുകാർ അവരുടെ ജീവിതം തുടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കലവറ നിറയെ സ്വർണ്ണം, അതുപോലെ തന്നെ മനസ്സ് നിറയെ സ്നേഹവുമുള്ളവരാണ് തിരുവനന്തപുരത്തുകാർ. അതൊരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു അമ്പലം എന്നുള്ളതാണ്. എന്തായാലും ഇവിടെയും വിഷു ആഘോഷങ്ങൾക്ക് ഒട്ടും പൊലിമ കുറയുന്നില്ല. ഏറ്റവും കൂടുതൽ പൊലിമയുള്ളത് തിരുവനന്തപുരത്താണ്. കാരണം എല്ലാ ആഘോഷങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ആളുകളാണ് തിരുവനന്തപുരത്തുകാർ. തനി നാടൻ തനിമയിൽ തന്നെയാണ് ഇത്തവണ വിഷുവും ആഘോഷിക്കുന്നത്. എല്ലാവരും രാവിലെ തന്നെ കുളിച്ച് മുല്ലപ്പൂവൊക്കെ ചൂടി സെറ്റ് സാരിയൊക്കെ ഉടുത്ത് അമ്പലങ്ങളിലേക്ക് വരുന്നുണ്ട്. പുരുഷന്മാരും അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മുണ്ടൊക്കെ ഉടുത്ത് കേരളീയ തനിമയിൽ തന്നെയാണ് രാവിലെ തന്നെ ദർശനത്തിന് എത്തുന്ന കാഴ്ചകളാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും കാണാൻ കഴിയുന്നത്. എല്ലാ വിവിധ അമ്പലങ്ങളിൽ കണി ദർശനത്തിലുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ അമ്പലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കണി ദർശനത്തിലുള്ള സൗകര്യം ഉള്ളതെങ്കിൽ പോലും എല്ലാ അമ്പലങ്ങളിലും ഇന്ന് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മേ, വിഷുവൊക്കെ എന്തായി? തുടങ്ങണല്ലേ ഉള്ളൂ, തീരാറായല്ലേ. കണ്ടോ രാവിലെ? വിളക്ക് വെച്ചിക്കണേ. കണ്ടും തൊഴാൻ വന്നതാണ്. തൊഴാൻ വന്നത് കാർഷികളായി. ശരി, എന്തായാലും ഒരു ഹാപ്പി വിഷു. ഹാപ്പി വിഷു. കൈനീട്ടൊക്കെ കിട്ടിയോ? എടുത്തോ? കിട്ടി. അടുത്തൊരു കോവിലിൽ കയറി വാങ്ങി. ശരി, എന്തായാലും അത് തന്നെയാണ് സുജിയ. ഇനിയിപ്പോ ഏതാണ്ട് കണിയൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇനി കൈനീട്ടത്തിന്റെ സമയമാണ്. കൈനീട്ടം മുതിർന്നവർ അവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്നു. അതൊരു സ്നേഹത്തിൽ പൊതിഞ്ഞൊരു കൈനീട്ടം കൂടിയാണ്. എനിക്ക് രാവിലെ തന്നെ കൈനീട്ടം കിട്ടി. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നാണ് രാവിലെ എനിക്ക് കൈനീട്ടം കിട്ടിയത്. പിന്നീട് ഞാൻ ഈ അമ്പലത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ നിന്നും കുറച്ച് ആളുകൾ എനിക്ക് കൈനീട്ടം തന്നു. പിന്നീട് ആശാസമൃദ്ധ പന്തലിലേക്ക് പോയിരുന്നു. ആശ ചേച്ചിമാരും എനിക്ക് കൈനീട്ടം തന്നു. അങ്ങനെ പോക്കറ്റ് ഏതാണ്ട് നിറഞ്ഞു. അഷിൻ ഡിയാഗോ, പോക്കറ്റ് നിറഞ്ഞെങ്കിൽ ഫോണ് ഞാനൊന്ന് നിറച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞനിയനല്ലേ അഷിൻ ഡിയാഗോ? ഇവിടെ വന്നിട്ട് ആദ്യത്തെ വിഷു അല്ലേ? അപ്പൊ ഹാപ്പി വിഷു. കിട്ടിയിരിക്കുന്നു. ഹാപ്പി. ഞാൻ ഹാപ്പിയാണ്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി വിഷു. ഓക്കെ.